ಇಪ್ಪ ಯಾರ ಬಂದೊಂಟುಲ್ಲ ஒரு ಕೇಸ್ ಇಟ್ಟಿಕ್ಕಿರಿ ಎಂದರೆ ಮಂಗಿಲ ಹೋಗ್ಯಕ್ಕಲ್ಲ എങ്ങനത്തല്ല ഏതല്ല ടൈപ്പ് പൊതു കൊണ്ടുവന്നിട്ട് കാട്ടിയെങ്കിലും സംതിങ് ഓലു ಅದಕ್ಕೆ ഒരു ഇൻവോൾവ് ആവരേ ഇല്ല. ഇനി ഏതല്ല ടൈപ്പിലു കുത്തിട്ടും പറഞ്ഞിട്ടും ആ ഒരു ടൈപ്പിൽ ഓൾഡ് സരിയാക്കോ നോക്കിയെങ്കിലും മീനിങ് അതായത് ഡ്രസ് കോഡ് അങ്ങ് പറയുമ്പോഴത്തേക്ക് ആ ഒരു ടൈപ്പിലാക്കോ നോക്കിയെങ്കിലും ഓൾഡവരിಗೂ ಇದಕ್ಕೆ തയ്യാറാവില്ല. അതായത് ഇന്നറിൽ അവൾ തയ്യാറാവില്ല. മീനിങ് ഉൽഗത്തിൽ അവള് ഞാനൊരു മെങ്ങിലാവെന്ന് വെച്ചിട്ടുള്ള ഒരു തയ്യാറെടുപ്പിക്കില്ല. ഇങ്ങനത്തെ കേസ് ഇപ്പൊ ಯಾರೈಟಿಕ್ಕರಿ ಇಂಥದೆಲ್ಲ ಬಂದೋಟಿಕ್ಕರಿ ಎಂದರೈಟಿಕ್ಕೂ ಇದಕ್ಕುള്ള ಕಾರಣ അത് പഠിക്കാനുണ്ട് ആസമുണ്ട ഏതെങ്കിലും തെല്ല് മങ്ങിലത്തെ ആ ഒരു ടൈപ്പിൽ അതായത് ഫാമിലിയെ ഇതിലായിട്ട് ഞങ്ങൾക്കൊന്ന് ഡിസ്കഷൻ ആക്കുക. ഇതിപ്പോ അങ്ക് എഡ്യൂക്കേഷനുക ಅದಕ್ಕ ಇದಕ್ಕ ഒരു കൊറത്തും മിക്കില്ല. എഡ്യൂക്കേഷൻ അത് ഇതിന് ഒരു കൊറത്തവും അങ്കിക്കില്ല. എല്ലാത്തിലും നല്ല ഡിഗ്രി ഉണ്ട്, നല്ല പ്ലസ് അത് PG ഉണ്ട്, അല്ലെങ്കിൽ BEd അങ്ങനെ ഇങ്ങനെ എല്ലാം അംഗീകരിക്കരുത്. ബട്ട് അവ അങ്ങ ಮೆಂಟಲಿ ആയിട്ട് എന്താവില്ല ഈ മാരേജ് ലൈഫ് അത് ಇದಕ್ಕೆಲ್ಲ അങ്ങ തയ്യാറാവില്ല. ഞാൻ ഇതെല്ലാം ചൊല്ലുമ്പോഴത്തേക്കു കുറേ ഇങ്ങനെ ഫാമിലീസിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലംസ് നേരിട്ടോണ്ടിരുന്നേ ഇക്കരെ ചമ്മ ഫാമിലിക്കു ഇതിൽ അല്ലേ. അപ്പൊ ഇതുക്കുള്ളേ മൈനായിട്ടുള്ള കാരണ ചൊന്നെങ്കിൽ ആൻസൈറ്റി ആയിട്ടിക്കര് പേടി 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 ചൊന്നെങ്കിൽ ഒരു വിഷയത്തേക്ക് കടக்கிறതിരെ മുന്നൊളു പണ്ട് ആ ഒരു പേടി കേട്ടിക്കര് എന്തിനു ചൊല്ലേ ആൻസൈറ്റി ആൻസൈറ്റി ഉണ്ടല്ല ചൊല്ലേ പേടി പേടി ഉണ്ട്. ഇതിപ്പോ എക്സാമ്പിൾ ചൊല്ലെങ്കിൽ ഒരു ബസ്സിൽ 10 മുന്നോളിക്ക് ഇതോടെ ആക്സിഡന്റ് ആവാ, ടയർ പൊട്ടുവാ, ഞങ്ങളുടെ നേത്രത്തി പലക്കല ഭൂലുവാമ ട്രെയിനിക്ക് പത്തിട്ടില്ലേ 10 മുന്നോളിക്ക് പണ്ട് എന്തിര് ഈ ട്രെയിനെല്ലാം പാലെല്ലാം തെറ്റിട്ട് ഞങ്ങൾ ഓടകളെല്ലാം ആവാമ. ഇങ്ങനത്തെ തോട്ടം പണ്ട മാത്രല്ല അതിന് ഇടയ്ക്ക് കുറെ ഇൻസിഡൻസ് ആയതിന് കുറെ ഇമേജ് എല്ലാം ഞങ്ങൾ ഇട്ടിക്ക് പണ്ടേക്കും വാട്സാപ്പില യൂട്യൂബില ഓടെല്ലാം നോക്കിയതിന് അതിന് ഫോട്ടോ എല്ലാം ഇതിങ്ങനെ ഇങ്ങനെ 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 വന്നോട്ടിക്കര. അപ്പം ഇങ്ങനത്തെ ഒരാള് ബസ് കൊത്തുവാറാ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളാ ട്രെയിനിൽ കൊത്തുവാറാ. ഞങ്ങളെ നെയ്ക്കാലത്ത് ഏത് ബന്ദറ് നേരെ അക്കരക്ക് കിടക്കറെന്ന് ചൊല്ലി ആ ബോട്ട് കഴിഞ്ഞിലും ബോട്ട് 10 മുന്നോളിക്ക്. അപ്പൊ ഇതും ബോട്ട് മുങ്ങുവാൻ മലകാലല്ലേ ഞാൻ ബുന്നിട്ട് എൻ്റെ മയ്യത്തല എടുക്കുവാറാ, എൻ്റെ മയ്യത്തല കിട്ടുക അല്ലെങ്കിൽ ഞാൻ മീൻ്റെ ഉൾക്കത്ത് പോയി വരും മീനെല്ലാം എൻ്റെ തിന്നുവാ. ഞാൻ ഇതെല്ലാം വെറുതെ ചൊല്ല പോലെ ചൊർക്കോ ചൊല്ലുമ്പോഴത്തേക്കല്ല നിനക്ക് ചിരിയല്ല വരൂ. ഇതെല്ലാം ഉടകെല്ലാം ബണ്ട ഓരോ കേസസ് ഇതല്ല ഇതായിട്ടിക്കരുത് എന്തൊരു ആൻസൈറ്റി ഡിസോർഡർ എന്ന് ചൊല്ലത്. പേടി ഒരു വിഷയത്തുക്ക് കടக்கிறതിന് മുന്നൊലുകു പണ്ട് ആ ഒരു തോട്ട്സ്. കാരണം ഈ തോട്ട് ചൊല്ല സാമാന് അത് ചെറിയത്തെ വിഷയമല്ല. ഈ ചിന്ത ചൊല്ലത് അത് ചെറിയത്തെ വിഷയമല്ല. യുവർ തോട്ട്സ് ക്രിയേറ്റ് യുവർ ആക്ഷൻ. ഞങ്ങളെ ചിന്ത ചൊന്നെങ്കിൽ അതിന് ആക്ഷന്റെ ക്രിയേറ്റ് ആക്കുന്ന സാമാനായിട്ടിക്കറ്. യെസ് ഓർ നോ? യുവർ ആക്ഷൻ ക്രിയേറ്റ് യുവർ ഹാബിറ്റ്. ഞങ്ങളെ ആക്ഷൻ ചൊന്നെങ്കിൽ അത് ഞങ്ങളെ എന്തൊരു ഹാബിറ്റ് ക്രിയേറ്റ് ആക്കറ്. റൈറ്റ്? യുവർ ഹാബിറ്റ് ക്രിയേറ്റ് യുവർ റിസൾട്ട്. ഞങ്ങളെ ഈ ഹാബിറ്റ് എന്താക്കറ് റിസൾട്ട് അവിടെ ക്രിയേറ്റ് ആക്കറ്. അപ്പൊ ഈ തോട്ട് പോസിറ്റീവായിട്ടുള്ള തോട്ടായിട്ടുണ്ടെങ്കിലാ അവിടെ ഞങ്ങളെ ആക്ഷൻ പോസിറ്റീവ് ആവൂ. അപ്പൊ ആക്ഷൻ ഇത് പോസിറ്റീവ് ആയെങ്കിലാ ഞങ്ങളെ
ഹാബിറ്റ്സും എന്തിനാ ഒരു പോസിറ്റീവ് ആവൂ. അപ്പൊ ഹാബിറ്റും നിങ്ങളുടെ എവിടെ പോസിറ്റീവ് ആയെങ്കില ഞങ്ങൾ ആ ഹാബിറ്റിന്റെ റിസൾട്ടും എന്തിനാ ഒരു പോസിറ്റീവ് ആവൂ. ഊടെ നന്റെ ഇപ്പത്തെ വിഷയത്തില് ഊടെ അങ്ക് പണ്ട ഒരു തോട്ടെ നെഗറ്റീവ് ആയതുകൊണ്ടിട്ടു ಅದರ ಆಕ್ಷನ್ എങ്ങനെ പണ്ടേ നെഗറ്റീവ്. ആ നെഗറ്റീവ് ആ ഒരു ആക്ഷൻ എന്തിർത്തികത്ത് പാട്ട് നെഗറ്റീവ് ഹാബിറ്റ്സ് റൈറ്റിക്കർ അവിടെ ക്രിയേറ്റ് ആക്കറ്. ആ നെഗറ്റീവ് ഇത് എന്തിര ഹാബിറ്റ്സ് എന്തിർത്തെ അവിടെ ക്രിയേറ്റ് ആക്കറ് നെഗറ്റീവ് റിസൾട്ട് റേ. അതൈറ്റിക്കുന്ന ബസ് 10 ആൾക്ക് ആ ഒരു പേടി വരുമ്പോ അതവിടെ ആ പേടി ഐറ്റിക്കർ ആ ഒരു തോട്ട ഇറ്റിക്കർ അങ്ങനെ ആ 10 പാട്ടുക്കുള്ള ആക്ഷന്റെ തൊട്ടിട്ടങ്ങൾ എന്തിനായി തടഞ്ഞ സാമാണ്. എസ്സർണോ. അപ്പൊ ഈ പെൺമക്കും പണ്ടത് അതെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്. കാരണം ഇങ്ങള് സ്കൂൾ ലൈഫില് പഠിക്കുന്ന ടൈമിലാ പെണ്ണിങ് അല്ലേ, അതായത് എല്ലാരും ബാച്ചിലേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളത് ഒന്നും ഇല്ല. ചില പഠിക്കില്ല +2 അതില പഠിക്കുന്ന ടൈമില് ഈ പെൺമക്കൾ ഒരു ഗ്യാങ്സ് ഫ്രണ്ട്ഷിപ്സ് അത് ഇതല്ല ഉൽഗത്തിലേക്ക് നല്ല ഒരു കണക്ഷൻ അത് ഇത്. അപ്പൊ ഇങ്ങനത്തില് ആരെങ്കിലും അങ്ങനെ സിസ്റ്റേഴ്സില ആ അകലെ ഫാമിലീസില എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഇൻസിഡൻസ് അല്ല മങ്ങിലായിട്ട് അവന് സരിയില്ല, അവനക്ക് ബാഡ് ഹാബിറ്റ് ഉണ്ടല്ല, അവനക്ക് ಬೇರೆ പെൺമക്കളൊಟ್ಟಿಗೆ കണക്ഷൻ ഉണ്ടല്ല. പെൺമക്ക ഇത് ಎಲ್ಲ ಮಂಗಿಲ ಮಂಗಿಲ್ತದು ಎಲ್ಲಾರೇ ನಂಗೆ ಎಲ್ಲ ಆൺമക്കളെ ನಂಗೆ ವಿಶ್ವಸಿக்க ಬಂದು ಆವಿಲ್ಲ. ಎಲ್ಲ മക്കളെ ഇത് ആൺമക്കളെ നമുക്ക് ബിലീവ് ആക്കുക ആവില്ലടി. എപ്പടി അവള് ഫാമിലി അത് ഇത് നല്ല ഫാമിലി അങ്ങനെ ഇങ്ങനെല്ല ചൊന്നിട്ടു ആയ മങ്ങിലത്. ആ ഫാമിലിയുടെ അത് ഞങ്ങളുടെ ഇടയിൽ ഫുള്ള് ഞങ്ങളുടെ ഫാമിലിയുടെ ഇടയിൽ ഇത് എന്ത് എനിക്ക് എന്താ ഭാവം അങ്ങനത്തെ അത്രയും നല്ല ഫാമിലി അങ്ങനത്തേതല്ല എങ്ങനെ ഭാവം ഇത് സട്ടയേറുണ്ട്. അങ്ങനെ പോലും ഇന്ന് അത്രയും നല്ല ആ ഇതിരെ മങ്ങിൽ തമ്മിലുള്ള ഇത് ഇന്നത് ഇപ്പൊ ഉണ്ട അവസ്ഥ ഇങ്ങനെ എന്തൊരു ഈ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾമാര് അങ്ങനെ കുടുംബത്തിലുള്ള എക്സ്പീരിയൻസാ അല്ലെങ്കിൽ അങ്ങനെ ನೇಬರ್സിലായ എക്സ്പീരിയൻസാ അപ്പറ ഇപ്പറ ഈ പെൺമക്കളെ മുട്ട ഇങ്ങനെ ഷെയർ ആക്കുമ്പോഴത്തേക്കു ഇതുപോലെ എന്താക്കി ഈ ബാക്കിന്ന് കേട്ട് നിക്കറേ ആ പെൺമക്ക അത് ഇതല്ലോ ഒക്കുടി നന്റെ ഫാമിലിയിലും അങ്ങനെ മേയർഡി ഇതെല്ലാം പറ്റില്ല. ഇതില് ചിലത് ഈ പുക്കുള്ള ചില പെൺമക്കളേക്ക് അങ്ങ് ഇതിലെല്ലാം വിശ്വസിക്ക തുടങ്ങാറ്. ഇനി നക്ക് ഇനി നാനും മങ്ങില നന്റെ അവസ്ഥ ഇങ്ങനെ മാമ നക്കെല്ലാം മാനേജ് ആക്കുക ആവാ നക്കല്ല ഇങ്ങനെല്ല ആയെങ്കില് നാനതിന് നേരിടുക ആവ നക്ക് പിന്നെ എന്ത് പ്രോബ്ലംസ് അത് ഇതെല്ലാം ആയെങ്കില് നക്കതിരെ എങ്ങനെ നാനതിരെ ഫേസ് ആക്കറ്. നാനിപ്പ ചെറിയ വിഷയത്തെ നക്ക് ഫേസ് ആക്കുക. അപ്പൊ ഇങ്ങനെ ഫാമിലീസിൽ ഇതിലെല്ലാം ഇങ്ങനെ ഇന്നെങ്കിൽ ഞാൻ എങ്ങനെ ഫേസ് ആക്കറ്. ഇങ്ങനെ ഇടയിലുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആൾമാരെ കാരണം ഇങ്ങനെ മങ്ങിലായെന്നൊന്നും അല്ല ഇങ്ങ അവിടെ കണ്ടത് കേട്ടത് അത് എന്തിനെ കൊണ്ടിട്ട് അവിടെ ഇങ്ങനത്തെ സമസ്യ ಅದರ റിയാലിറ്റി എന്തും ചിലപ്പോ ഇങ്ങ് കൊന്തിക്കുവാ പർത്തരുത് മാത്രമായിട്ടേക്കും ഇങ്ങ കണ്ടത്. ഇത് അപ്പറ ഇപ്പറ എല്ലാം ഉണ്ടിട്ട് ഇത് ഇങ്ങലമേ എന്തിനാക്കറ് ഒരു ബിലീവ് ആക്കിയിട്ട് ഒരു വിശ്വാസാക്കിയിട്ട് തീർക്കരുത്. ഇങ്ങനെ ആവുഭാവ നാണ് അപ്പമേ ഇങ്ങ് അവിടെ എന്തിനായിട്ട് അവിടെ നെഗറ്റീവ് അഫർമേഷൻ ഇങ്ങനെമേ നിരന്തരമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ വിഷയത്തില് അപ്പറിപ്പറ മുണ്ടൊമ്പത്തുകു അത് ഇത് എല്ലാം ആമ്പത്തുകു ഇങ്ങനെ വിശ്വാസം അങ്ങനെ എന്റെ ലൈഫ് അങ്ങനെ ആയി അവിടെ ഫിയർ അങ്കവിടെ സ്റ്റാർട്ട് തുടങ്ങിത്ത്. അത് കൂടി ഓലിയെ മങ്ങലത്തെ ഏജ് ആമ്പത്തുകളില ഓളുടെ തലയിലെല്ലാം പണ്ടത് ആ ഫ്ലാഷ് ആ ബടായി വിട്ടത് ആ ഒരു എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആൾമാരെ മുണ്ടിയത് റൈറ്റ്. അപ്പൊ അക്കാരണം കൊണ്ടിട്ടിരിക്കര് യാരത്തത് ഒരു കാരണം എന്നാണ് ചൊന്ന്. ചിലതില് ഒരു വിഷയം ഇങ്ങനത്തത് പണ്ടല്ലേ പിന്നൊന്നു
ഈ ബോഡിയുടെ ഷേപ്സിൽ അത് ഇതിലെല്ലാം കുറെ പെൺമക്ക അങ്ങനെ ഉണ്ട്. ഇങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് ഇങ്ങനെ മുണ്ട്. പിന്നെ ബ്രസ്റ്റ് അത് ഇതെല്ലാം തെല്ലി ശരിയായെങ്കിൽ മാപ്പിളകളെ വേണ്ട പോലെ അതിനെ ആസ്വദിക്കുക ആവില്ല അങ്ങനത്തത് ഇങ്ങനത്തത് ചെന്നിട്ട് ആ ടൈപ്പിലുള്ള നെഗറ്റീവായിട്ടുള്ള പഴക്കങ്ങൾ. ನಾನು ಇದೆಲ್ಲ ಬೆರೆದು ಚೊಲ್ಲಲ್ಲ, ಇದೆಲ್ಲ ಓರೋ ವಿಷಯ ಚೊಲ್ಲಂಬತ್ತು ನಂಡ ತಲೆಯಲ್ಲಿ ಫ್ಲಾಶ್ ಅವರ ಓರೋ ಕೇಸ್ ಐಟಿಕ್ಕರು ನಂಡ ಬುಟ್ಟ ಬಂದ ಓರೋ ಕ್ಲೈನ್ಸ್ ಐಟಿಕ್ಕರು ನಂಡೆ മുന്നൊളുക്കി ഇങ്ങനെ ബണ്ടേ. ഈ ഒരു ടൈപ്പിലുള്ള എന്തൊരു ബടായിങ്ങും അപ്പറ ഇപ്പുറത്തുള്ള കമ്മ്യൂണിക്കേഷനും അത് ഇത് എല്ലാം ഇങ്ങനെ ഉലകത്ത് പോകുമ്പോ കാരണം എന്ത് ഓള് നിസ്കാര അത് ഇത് എല്ലാം ഉണ്ടു, ബാക്കി എല്ലാ വിഷയത്തിലും ഓള് ഗുഡേ. അപ്പൊ അത് ഇത് എല്ലാം ഉണ്ട്. ബട്ട് ഇതിനിടയിൽ ഇങ്ങനെയുള്ള ഒരു ഫിയർ ഉള്ള ആളുകൾ, ഒരു ആൻസൈറ്റി ഉള്ള ഒരാളുകൾ അവിടെ ആരെയും ഇങ്ങ അക്സെപ്റ്റ് ആക്കവു തയ്യാറാവില്ല അവിടെ. അപ്പൊ അതവിടെ ഞങ്ങൾ അർത്ഥാക്കണായത് അങ്ങനത്തത് ഫിയർ അത് ഇത് എല്ലാം ഇന്നെങ്കിലും ഞങ്ങൾ കണ്ട അവിടെ കൊണ്ടുപോയിട്ട് ഇതര ഈ മുത്തുമക്കളെ ഹലാക്കാക്കോ തീറ. അവിടെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലിങ്ങിലും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അവിടെ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റ് മുട്ട കൊണ്ടുപോയിട്ട് അവിടെ കറക്റ്റ് കൗൺസിലിംഗ് ആ ഒരു പ്രോസസ് അത് ഇതെല്ലാം ആക്കിയെങ്കിൽ ഈ ആൻസൈറ്റി എല്ലാം എന്തിനാക്കുക ಅವರು ഇല്ലാണ്ടാക്കുക ಅವರು. ഇനി അതല്ല ഇതേ പേടിയിൽ ഞങ്ങൾ ജബർദസ്ത് ആക്കിയിട്ട് അവിടെ മങ്ങിലാക്കി എങ്കിൽ പോലും അവളുടെ ആഫ്റ്റർ മാരേജ് ലൈഫും വലിയൊരു നെമ്മതിക്കാതെ ഇത് എപ്പാ നോക്കിയെങ്കിലും ഒരു മൂഡ് ഓഫ് ആയ ഇട്ട് വെച്ച 8 ഈസ്പുരങ്ങളെ പോലെ ഒരു വലിയൊരു മൂഡില്ല. കാരണം എന്ത് അവളുടെ ആ ചിന്ത ഓൾഡത് ഇങ്ങനെ തിരിഞ്ഞോട്ടേ ഉണ്ട്. ഇത് എന്തരാവാ ഇത് ചിന്ത തിരിയറെ അത് ಗೊತ್ತುಟೈಟಿಕ್ಕರಲ್ಲ ನಾ ಚೊಂದು ಪಾಠ ಎಂದರೆ ಆಕ್ಷನ್ ಬಂಡೆ ಆಕ್ಷನ್ ಗೊತ್ತುಟೈಟಿಕ್ಕರೆ ಇದು ಹಾಬಿ ಅವರೇ ಹ್ಯಾಬಿಟ್ಸ್ ಅವರೇ ಹ್ಯಾಬಿಟ್ ಗೊತ್ತುಟೈಟಿಕ್ಕರಲ್ಲ ರಿಸಲ್ಟ್ ಬಂಡದು. ഇത് നിരന്തരമായിട്ട് ഇതേ ഒരു ഇതിൽ പോകുമ്പോഴത്തേക്കും ഒരു 5 പൈസ നെമ്മതി ചൊന്നിട്ട് ഇക്കോ ഇതൊക്കെ ആ പക്കാരനെ കൊണ്ടിട്ട് പാരൻസ് ആയെന്നങ്ങ ഇങ്ങനെ നേരിട്ടോണ്ടുള്ളതൊക്കെ അവളുടെ പരിഹാര അവിടെ നല്ല ഒരു കൗൺസിലറെ മുട്ട കൊണ്ടുപോയിട്ട് സൈക്കോളജിസ്റ്റിനെ മുട്ട കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് ആക്കിയിട്ട് ഇതിലെ പ്രോബ്ലംസ് കർത്ത ഏത് ചിമ്മര് മുറിയിലുള്ളേ ആ കർത്ത പൂച്ച ഏത് ചെന്നിട്ട് ഞങ്ങൾ കണ്ടെത്തണം. അത് ഏതിട്ട് ഫൈൻഡ് ഔട്ട് ആക്കിയിട്ട് ಅದಕ್ಕುള്ള ಸೊಲ್ಯೂಷನ್ ಕೊಡ್ತಂಗಿಲ್ಲ ഇവിടെ ಎಂದರುಂಡು ಅದಕ್ಕೆ ಈ ಪರಿಹಾರ ಉಂಡು. ಆ ಮಕ್ಕ 1 ಜಂಡ ಕನ್ಸಲ್ಟಿಂಗ್ ಕಲಿಯುಂಬತ್ತಿಗೆ ಹಂಗ ಎಂದ್ರಾಕ್ರಾರ ಈ ಮಂಗಿಲ್ತಿಗೆ ಅದು ಇದಕ್ಕೆಲ್ಲ ಎಗ್ರಿ ಹಾಕ್ರಾರ. പിന്നൊരു കൂടി റീസൺ കൂടി എന്തൊരു ചില മക്കൾക്ക് ಬೇರೆ ಬಂದ അതിന് ഓപ്പൺ ആയിട്ട് ഓൾക്ക് ചൊല്ലുകാവില്ല. അത് എന്തിരണ്ട് ചെന്നിട്ടു നെക്സ്റ്റത്തെ ഞങ്ങൾക്ക് ലൈവില് കാണാം. അപ്പൊ ഈ ഒരു വിഷയ അർത്ഥാക്കിയാറല്ലേ. ഇതെല്ലാം ഞങ്ങളെ ഫാമിലീസിലാ കുടുംബത്തിലാ അവിടെ എവിടെയും ഇക്കൂ റൈറ്റ്. എന്നെങ്കിലും ಇದರ ഞങ്ങൾ അർത്ഥാക്കിയിട്ട് ಅದಕ್ಕುള്ള സൊല്യൂഷന്റെ ഭാഗത്തിൽ ഞങ്ങൾ ചിന്തനാക്കിയെങ്കിൽ അതുക്കും പരിഹാരം ഉണ്ടുണ്ടായിട്ടിരിക്കുന്ന ചൊന്നെ. നൈസ് ടു മീറ്റ് യു സേ അഗൈൻ.